നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് സംസ്ഥാനത്ത് മികച്ച പ്രതികരണം. ആദ്യ ദിനത്തിലെ കണക്കുകൾ പ്രകാരം KSRTCയിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇരട്ടി വർധനവ്. സ്വകാര്യ ബസ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന് മുന്നിൽ നിർദ്ദേശങ്ങൾ വെച്ച് ബസ് ഉടമകൾ. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കിയത് മുൻ ഗതാഗത മന്ത്രിയും മുൻ തൃശൂർ MLAയും ചെയ്ത കൊലച്ചതിയാണെന്ന് രാജൻ ജെ പല്ലൻ MLA. പുതിയ കെട്ടിടത്തിന് ഭരണാനുമതിയോ സാങ്കേതിക അനുമതിയോ ഇല്ലാതെയാണ് നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കിയതെന്ന് MLA. ഗുരുവായൂർ നഗരസഭ ടൗൺഹാളിൽ നടന്നുവരുന്ന ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം തടയാനെത്തിയ തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. പ്രദർശനം നിർത്തിവെക്കണമെന്ന ഉത്തരവ് ഉദ്യോഗസ്ഥർ ഹാളിലെ വാതിലിൽ പതിച്ചു. ഷിഗല്ല ബാധിച്ച മരണം. കൊടകര പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. വടക്കാഞ്ചേരിയിലും പ്രതിരോധ നടപടികൾ ശക്തം. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും അർജന്റീനയും ആദ്യ പോരാട്ടത്തിനിറങ്ങുന്നു. ലോകകപ്പിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച് ന്യൂസിലൻഡ്. മാപ്രാണത്ത് വൈദ്യുതി ലൈനിൽ തകരാർ പരിഹരിക്കുന്നതിനിടെ ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. ആറാട്ടുപുഴ സ്വദേശി മനോജാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് സംസ്ഥാനത്ത് മികച്ച പ്രതികരണം. ആദ്യ ദിനത്തിലെ കണക്കുകൾ പുറത്തുവന്നപ്പോൾ KSRTCയിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇരട്ടിയോളമാണ് വർധനവ്. 13 ലക്ഷത്തിലധികം സ്ത്രീകളാണ് ആദ്യ ദിനം KSRTC ബസ്സിലെ സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇരട്ടിയോളം വർധനവുണ്ടായി. മുൻ തിങ്കളാഴ്ച 7,64,693 സ്ത്രീകൾ യാത്ര ചെയ്ത സ്ഥാനത്ത് അത് 13,29,938 ഉയർന്നു. അതായത് 7 ലക്ഷത്തിൽ നിന്ന് 14 ലക്ഷത്തിലേക്കാണ് ഈ ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ മാറ്റം. 5,95,245 സ്ത്രീകളാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയേക്കാൾ അധികമായി KSRTC ബസ്സുകളിൽ യാത്ര ചെയ്തത്. ഉദ്ഘാടന ദിനത്തിൽ സ്ത്രീകളുടെ ടിക്കറ്റ് ഇനത്തിൽ മാത്രം 2,20,49,159 രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. പദ്ധതി വലിയ വിജയമായതോടെ വരും ദിവസങ്ങളിലും ഓർഡിനറി ബസ്സുകളിൽ യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് KSRTCയുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് TCV. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സാഹചര്യത്തിൽ സ്വകാര്യ ബസ് മേഖല കടുത്ത പ്രതിസന്ധിയിലെന്ന് ബസ് ഉടമകൾ. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന് മുന്നിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. തൃശൂരിൽ ചേർന്ന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കൌൺസിൽ യോഗത്തിലാണ് സർക്കാരിന് മുന്നിൽ ബസ് ഉടമകൾ നിർദ്ദേശങ്ങൾ വെച്ചത്. സ്വകാര്യ ബസ് സർവീസുകൾ ഭാഗികമായി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഉടമകളുടെ ആവശ്യം. പ്രതിദിനം ഒരു ബസ്സിന് കിലോമീറ്റർ 55 രൂപ സർക്കാർ നൽകിയാൽ ദിവസ കളക്ഷൻ സർക്കാരിന് നൽകാം. ബസ്സുകളുടെ അറ്റകുറ്റപ്പണി ഉടമ നിർവഹിക്കും. ഡ്രൈവറെയും നിയമിക്കും. എന്നാൽ കണ്ടക്ടറെ സർക്കാർ നിയമിക്കണം. സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് KSRTCയിലേതുപോലെ സീറോ ടിക്കറ്റ് നൽകാൻ തയ്യാറാണ്. പകരം സീറോ ടിക്കറ്റിന് കണക്കാക്കി KSRTCക്ക് നൽകുന്നതുപോലെ സ്വകാര്യ ബസ് ഉടമകൾക്കും സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. ഇതുമല്ലെങ്കിൽ KSRTC സർവീസ് നടത്തുന്ന റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾക്ക് റോഡ് ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കുകയും നിലവിലുള്ള വിലയുടെ പകുതി വിലയ്ക്ക് ഡീസൽ ലഭ്യമാക്കുകയും ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനം അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ മറ്റ് സംഘടനകളുമായി ആലോചിച്ച് സമരപ്രഖ്യാപനം നടത്തേണ്ടി വരുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ്, ജനറൽ സെക്രട്ടറി ഹംസ ഇരിക്കുന്നത്, ട്രഷറർ MS പ്രേംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കിയത് മുൻ ഗതാഗത മന്ത്രിയും മുൻ തൃശൂർ MLAയും ചെയ്ത കൊലച്ചതിയാണെന്ന് രാജൻ ജെ പല്ലൻ MLA. ബസ് സ്റ്റാൻഡിന്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ ഗതാഗത മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ധരിപ്പിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പുതിയ കെട്ടിടത്തിന് ഭരണാനുമതിയോ സാങ്കേതികാനുമതിയോ ഇല്ലാതെയാണ് നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് കെട്ടിടം 9 മാസം മുൻപ് പൊളിച്ചു നീക്കിയതെന്ന് രാജൻ ജെ പല്ലൻ MLA പറഞ്ഞു. അതീവ ശോചനീയ സ്ഥിതിയിലായ ബസ് സ്റ്റാൻഡും പരിസരവും സന്ദർശിച്ച ശേഷം TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കിയത് 19/9/2025 അതായത് കെട്ടിടം പൊളിച്ചിട്ട് ഇന്നേക്ക് 9 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇതിൽ 8 മാസവും കഴിഞ്ഞ LDF ഗവൺമെന്റ് ആയിരുന്നു എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഈ ഭരണാനുമതി ജനുവരി മാസത്തിൽ കിട്ടി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിയമപ്രകാരമുള്ള ഒരു ഭരണാനുമതി പോലും കിട്ടിയിട്ടില്ല. നിയമത്തിന് തടസ്സത്തിൽ നിൽക്കുകയാണ്.
രണ്ടാമത്തെ കാര്യം, ടെക്നിക്കൽ സാങ്ഷൻ നമ്മൾ ഈ സംസാരിക്കുന്നവരെ പോലും കിട്ടിയിട്ടില്ല. നിയമപ്രകാരമുള്ള ഭരണാനുമതിയും ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയിട്ട് വേണം ഇത് ടെൻഡർ ചെയ്യാൻ. 8-9 മാസക്കാലം ഒരു എലക്ഷൻ വരുന്നു എന്ന് കണ്ട് ഒരു എലക്ഷൻ അഭിമുഖീകരിക്കാൻ വേണ്ടി ഈ തൃശ്ശൂർ ജനങ്ങളെ ഇങ്ങനെയുള്ള ഒരു കൊലച്ചതി പഴയ ഗതാഗത മന്ത്രിയും പഴയ MLA യും ചെയ്തത് തൃശ്ശൂർക്കാരോടുള്ള ഒരു കൊലച്ചതിയാണത്. ഇത് അംഗീകരിക്കാൻ പറ്റുമോ? ഒരു കെട്ടിടം പൊളിക്കുമ്പോൾ പുതിയതിനുള്ള ടെൻഡർ നടപടികൾ വരെ പൂർത്തിയാക്കണമെന്നാണ് കീഴ്വഴക്കം. എന്നാൽ ഇവിടെ നിയമപരമായ അനുമതികളോ ടെൻഡർ നടപടികളോ ഇല്ലാതെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കിയത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മാർച്ചിൽ ശിലാസ്ഥാപനം നടത്തിയതെന്നും MLA ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ള കണ്ട് 10 വർഷക്കാലം LDF ഭരിച്ചിട്ട് ഇലക്ഷന് തൊട്ട് മുമ്പ് 9 മാസം മുമ്പ് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാതെ ഗതാഗത മന്ത്രി കെട്ടിടം പൊളിച്ചു കളഞ്ഞു. ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഗതാഗത മന്ത്രി 1, 2, 3 എന്ന് പറഞ്ഞ ചെയ്യണ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിയമപ്രകാരം ചെയ്യാൻ പറ്റുള്ളൂ. 7 കോടി രൂപയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് അനുവദിച്ചു എന്ന് പറയുന്നത്. 7 കോടി രൂപ ഇതിന് പണിത് പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ ഇന്നത്തെ ലെവൽ അനുസരിച്ച് ഈ വീടുത്ത എസ്റ്റിമേറ്റ് പ്രകാരമാണെങ്കിൽ 12 കോടി രൂപ വേണം. ഗാരേജിന് മുൻ MLA ബാലേന്ദ്രൻ 2.5 കോടി അനുവദിച്ചതായിട്ട് പറയുന്നത് കേട്ടു. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂർ ജനതയോട് കാണിച്ച, തൃശ്ശൂർ ജില്ലയോട് കാണിച്ച വലിയൊരു കൊലച്ചതിയാണ്. കോർപ്പറേഷൻ കൗൺസിലർമാർ, KSRTC DTO ഉബൈദ് തുടങ്ങിയവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. TCV തൃശ്ശൂർ. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺഹാളിൽ നടന്നുവരുന്ന ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം തടയാനെത്തിയ തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധം. പ്രദർശനത്തിന് ടൗൺഹാൾ സൗജന്യമായി അനുവദിച്ചതിനെതിരെ തദ്ദേശ വകുപ്പ് വീണ്ടും ഉത്തരവിട്ടതിനെ തുടർന്നായിരുന്നു നടപടി. നഗരസഭാ സെക്രട്ടറി ചുമതലയുള്ള മുനിസിപ്പൽ എഞ്ചിനീയർ നിഷി P. ദേവദാസ്, ജനറൽ സൂപ്രണ്ട് AB റെനു, റവന്യൂ ഓഫീസർ VJ ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ടൗൺഹാൾ അടയ്ക്കാനെത്തിയത്. എന്നാൽ സ്ക്രീനുകളും മറ്റും അഴിച്ചുമാറ്റാൻ പ്രതിഷേധക്കാർ സമ്മതിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ബുധനാഴ്ച കേസ് പരിഗണിക്കാനിരിക്കെ ഒരു ദിവസം കൂടെ പ്രദർശനത്തിന് അനുമതി നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ പ്രദർശനം നിർത്തിവയ്ക്കണമെന്ന ഉത്തരവ് ഉദ്യോഗസ്ഥർ ഹാളിലെ വാതിലിൽ പതിച്ചു. ഇതിനുശേഷവും പ്രതിഷേധക്കാർ വാതിലിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ ഉദ്യോഗസ്ഥർക്ക് മടങ്ങേണ്ടി വന്നു. ടെമ്പിൾ പോലീസ് SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാതിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ മടങ്ങിയതിന് പിന്നാലെ പതിവ് പോലെ പ്രദർശനം തുടരുകയും ചെയ്തു. നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ GSA എന്ന സംഘടനയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. പ്രദർശനത്തിന് ടൗൺഹാൾ സൗജന്യമായി അനുവദിച്ചതിൽ വിയോജിപ്പുണ്ടെന്ന് കാണിച്ച് തദ്ദേശ വകുപ്പ് നേരത്തെ നൽകിയ കത്ത് പ്രദർശനത്തെ അനിശ്ചിതത്വത്തിലാക്കിയിരുന്നു. പിന്നീട് കൗൺസിൽ തീരുമാനം നടപ്പാക്കാമെന്ന് കാണിച്ച് വകുപ്പ് തന്നെ കത്ത് നൽകിയതോടെയാണ് പ്രദർശനം ആരംഭിച്ചത്. എന്നാൽ 4 ദിവസം പിന്നിടുമ്പോഴാണ് ടൗൺഹാൾ സൗജന്യമായി നൽകുന്നത് നിർത്തിവെക്കണമെന്ന് കാണിച്ച് വീണ്ടും തദ്ദേശ വകുപ്പ് കത്ത് നൽകിയത്. വിഷയം സർക്കാർ തലത്തിൽ തീരുമാനമാകും വരെ ഉത്തരവ് നടപ്പാക്കണമെന്നും തദ്ദേശ പ്രിൻസിപ്പൽ ഡയറക്ടർ ഈ മാസം 17-നകം ഇത് സംബന്ധിച്ച അഭിപ്രായം അറിയിക്കുമെന്നാണ് കത്തിൽ പറയുന്നത്. TCV ഗുരുവായൂർ. ഷിഗല്ല ബാധിച്ച് 43-കാരൻ മരിച്ചതിനെ തുടർന്ന് കൊടകര പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സനീഷ് കുമാർ ജോസഫ് MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. മരണം സംഭവിച്ച പ്രദേശത്തും സമ്പർക്കമുണ്ടായ പ്രദേശങ്ങളിലും സൂപ്പർ ക്ലോറിനേഷൻ അടക്കമുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കും. വാർഡുകളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും അംഗനവാടികൾ, വിദ്യാലയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം ശക്തിപ്പെടുത്താനും കുടിവെള്ള സ്രോതസ്സുകൾ ഉൾപ്പെടെ സൂപ്പർ ക്ലോറിനേഷൻ നടത്താനും ഭക്ഷണശാലകളിൽ പരിശോധന കാര്യക്ഷമമാക്കാനും തീരുമാനമായി. ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ്, തൃശൂർ DMO ഓഫീസിലെ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിർമ്മൽ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. രോഗബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും രോഗബാധ സംശയിക്കുന്നവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ മംഗലം കനാൽ പാലം പരിസരത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. നഗരസഭയുടെ 25, 26 ഡിവിഷനുകൾ ഉൾപ്പെട്ട വീടുകളിലെ കിണറുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തി. പാർലിക്കാട്, മംഗലം ഭാഗങ്ങളിലെ 100-ലധികം വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. നിലവിൽ രോഗം റിപ്പോർട്ട് ചെയ്ത 4 വയസ്സും 7 വയസ്സും പ്രായമുള്ള കുട്ടികൾ തിങ്കളാഴ്ച ആശുപത്രി വിട്ടു. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. എങ്കിലും അതീവ ജാഗ്രത തുടരാനും ശുചീകരണ പ്രവർത്തനങ്ങൾ കർശനമാക്കാനും അധികൃതർ തീരുമാനിച്ചു.
സംസ്ഥാനത്ത് ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ വർഷം 146 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷിഗല്ല ബാധിച്ച് 5 പേർ മരിച്ചു. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് ഷിഗല്ല ബാധിച്ച് മരണം സംഭവിച്ചതെന്നും കോഴിക്കോട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ടയാണ് ഇതുവരെ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യാത്ത ജില്ല. ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തതാണ് പകർച്ചവ്യാധികൾ കൂടാൻ കാരണമായത്. തിരഞ്ഞെടുപ്പ് കാരണം പലയിടത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. ഇത് ആരുടെയും കുറ്റമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഇരിങ്ങാലക്കുട മാപ്രാണം വാതിൽമാടത്ത് KSEB ജോലിക്കിടെ ഷോക്കേറ്റ് കരുവന്നൂർ മേജർ സെക്ഷനിലെ ലൈൻമാൻ മരിച്ചു. ആറാട്ടുപുഴ കൊക്കരിപ്പളം സ്വദേശി അയ്യാണ്ടി വാസുമകൻ 48 വയസ്സുള്ള മനോജാണ് മരിച്ചത്. 11 kVയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടെയാണ് അപകടം നടന്നത്. ഗുരുതരമായ പരിക്കേറ്റ മനോജ് പോസ്റ്റിൽ നിന്ന് ഷോക്കേറ്റ് താഴേക്ക് വീഴുകയായിരുന്നു. സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 4 വർഷമായി കരുവന്നൂർ KSEBയിൽ ലൈൻമാനായി ജോലി ചെയ്യുകയായിരുന്നു. നെന്മണിക്കര പഞ്ചായത്ത് പരിധിയിൽ ആഫ്രിക്കൻ ഉച്ച പെരുകുന്നത് ആശങ്കയ്ക്കിടയാകുന്നു. കാർഷിക സർവകലാശാല ഡിസിപ്ലിനറി ഡയഗ്നോസ്റ്റിക് ടീം സ്ഥലത്ത് പരിശോധന നടത്തി. കേരള കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ സുനിൽ അപ്പുക്കുട്ടൻ, ഡോക്ടർ ജെ രശ്മി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആഫ്രിക്കൻ ഉച്ചന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന്. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന്. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. ആരുടെയും കണ്ണുനീർ വീഴ്ത്താതെയായിരിക്കും ഗുരുവായൂർ ക്ഷേത്ര വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുകയെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. ദേവസ്വം വിളിച്ചു ചേർത്ത വ്യാപാരികളുടെയും ക്ഷേത്രനഗര വികസന സമിതിയുടെയും യോഗത്തിലാണ് ചെയർമാൻ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയത്. സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ശേഷം മാത്രം ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഭൂമി വിട്ടു നൽകേണ്ടി വരുന്നവർക്ക് അർഹമായ പുനരധിവാസവും നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, തഹസിൽദാർമാരായ TA ഷാജി, PN സുരേഷ്, ചീഫ് എഞ്ചിനീയർ MV രാജൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, വ്യാപാരി പ്രതിനിധികളായ TN മുരളി, രമേശ് പുതൂർ, GK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് പുന്നയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റു. പുന്ന സ്വദേശിയും ചാവക്കാട് MR സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ റിഹാനാണ് പാമ്പ് കടിയേറ്റത്. ചിങ്ങനാത്ത് പാലം റോഡിൽ KSEB സബ്സ്റ്റേഷനടുത്ത് റോഡിലെ വെള്ളക്കെട്ടിൽ കൂട്ടുകാരോടൊപ്പം ട്യൂഷൻ ക്ലാസ്സിലേക്ക് നടന്നു പോകുമ്പോഴാണ് സംഭവം. കാലിൽ എന്തോ തടഞ്ഞത് നോക്കിയപ്പോഴാണ് പാമ്പ് കാലിൽ ചുറ്റിയിരിക്കുന്നത് കണ്ടത്. ഉടനെ കാൽ കുടഞ്ഞപ്പോൾ പാമ്പ് തെറിച്ചുപോയി. കാലിൽ മുറിപ്പാട് കണ്ടതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ് വിദ്യാർത്ഥി. ഒല്ലൂർ ക്രിസ്റ്റഫർ നഗറിൽ KSRTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ബാംഗ്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സും എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവർമാർ ഉൾപ്പെടെ 6 പേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങളുടെയും മുൻഭാഗം തകർന്നു. പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ജില്ലയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യാപക പരിശോധന നടത്തി.
തൃശൂർ, ചാലക്കുടി, നാട്ടിക, ഇരിങ്ങാലക്കുട സർക്കിളുകളിലെ വിവിധ സ്ക്വാഡുകളുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയ 9 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. കോമ്പൗണ്ടിംഗ് നോട്ടീസും നൽകി. മനുഷ്യാരോഗ്യത്തിന് ഹാനികരമാകുന്ന വിധത്തിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ഐസ്ക്രീം, ചിക്കൻ എന്നിവയും കാലാവധി കഴിഞ്ഞ പാക്കറ്റ് പാലും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ കർശന പരിശോധന തുടരുമെന്ന് തൃശൂർ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ VS ഇന്ദു അറിയിച്ചു. നഷ്ടമായ പ്രൗഢി വീണ്ടെടുത്ത് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരം. ഇത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം. വടക്കുംനാഥ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരവും തെക്കേ ഗോപുരവും പോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കിഴക്കേ ഗോപുരവും. ഈ ഗോപുരം ചോർന്നൊലിക്കുന്നതും തകർച്ചാ ഭീഷണി നേരിടുന്നതുമായ വാർത്ത TCV നൽകിയിരുന്നു. ഇതേ തുടർന്ന് വാർത്തയായതിനെ തുടർന്ന് കേന്ദ്ര പുരാവകുപ്പിന്റെ കീഴിൽ സ്വകാര്യ ട്രസ്റ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ മാസം കിഴക്കേ ഗോപുര സമർപ്പണം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേസമയം ഈ ഗോപുര സമർപ്പണം പൂർത്തിയാകാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ ഗോപുരത്തിനും അതുപോലെ തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഏറെ പ്രശസ്തമായ ആനപ്പള്ള മതിലിനും തകർച്ചാ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഒരു വലിയ മദിരാശി മരം നിൽക്കുന്നുണ്ട്. ഈ മരം ഇതിവിടെ സുരക്ഷാ ഭീഷണിയാണ് എന്നുള്ള വാർത്ത നൽകിയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ മരം മുറിച്ചു നീക്കാനുള്ള നടപടികളായിട്ടില്ല. ഈ മരം മുറിച്ചു നീക്കണമെങ്കിൽ മരത്തിന്റെ കീഴിൽ വൈദ്യുതി ലൈനുകൾ പോകുന്നുണ്ട്. ഈ വൈദ്യുതി ലൈനുകൾ താൽക്കാലികമായി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ലൈൻ മാറ്റുകയും വേണം. ഇതിന് ശേഷം മരം മുറിച്ചു നീക്കേണ്ടതുണ്ട്. ഈ ഗോപുരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ് കിഴക്കേ ഗോപുരം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കിഴക്കേ ഗോപുരം അതിൻ്റെ പ്രൗഢിയെല്ലാം വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും സമർപ്പണത്തിനൊരുങ്ങുമ്പോൾ മതിയായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് അധികം വൈകാതെ മരം മുറിച്ചു നീക്കണം എന്നാണ് വിശ്വാസികളുടെ ആവശ്യം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച് ന്യൂസിലൻഡ്. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനെ നവാഗതരായ കേപ്പ് വെർദെ ഗോൾ രഹിത സമനിലയിൽ കുരുക്കി. ബെൽജിയവും ഈജിപ്തും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ശക്തരായ നെതർലൻഡ്സിനെതിരെ 2-2 സമനില പിടിച്ചുകൊണ്ട് ഇത്തവണത്തെ ലോകകപ്പിൽ ഏഷ്യൻ വമ്പന്മാരായ ജപ്പാൻ വരവറിയിച്ചു. ലാറ്റിൻ അമേരിക്കയിൽ നിന്നെത്തിയ ഇക്വഡോറിനെ ഒറ്റ ഗോളിന് തോൽപ്പിച്ച് ഐവറി കോസ്റ്റ് ആഫ്രിക്കൻ കരുത്ത് കാട്ടി. ട്യൂണീഷ്യയ്ക്ക് മുന്നിൽ 5-1 തകർന്ന സ്വീഡൻ ആരാധകരെ നിരാശയിലാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും അർജന്റീനയും ആദ്യ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു. ഇന്ന് രാത്രി 12:30 തുടങ്ങുന്ന മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗലാണ് ഫ്രാൻസിനെ നേരിടുന്നത്. നാളെ പുലർച്ചെ 6:30 അർജന്റീന അൾജീരിയ പോരാട്ടം. ദിദിയർ ദശാമിന് കീഴിലെത്തുന്ന ഫ്രാൻസ് ഇത്തവണയും സാധ്യതകളിൽ മുന്നിലാണ്. ഹാട്രിക് ഫൈനലാണ് ലക്ഷ്യം. 2018 റഷ്യയിൽ ചാമ്പ്യന്മാരായ ഫ്രാൻസ് 2022 ഖത്തറിൽ റണ്ണറപ്പായിരുന്നു. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ടീമിൽ ഉസ്മാൻ ഡെംബെല്ലെ, മൈക്കേൽ ഒലീസെ, വില്യം സാലിബ, എൻഗോളോ കാൻഡെ, റയാൻ ചെർക്കി തുടങ്ങിയ സൂപ്പർ താരങ്ങൾ ഫ്രഞ്ച് പ്രതീക്ഷകൾക്ക് തിളക്കം നൽകുന്നു. തുടർച്ചയായ 3ാം ലോകകപ്പിലെത്തുന്ന സെനഗലിനെ എഴുതിത്തള്ളാനാകില്ല. ഫ്രാൻസിനെ മുൻപ് തോൽപ്പിച്ച ചരിത്രവും സെനഗലിന് കൂട്ടായുണ്ട്. അതേസമയം അൾജീരിയ നേരിടാനൊരുങ്ങുന്ന നിലവിലെ ജേതാക്കളായ അർജന്റീനയ്ക്ക് മുന്നിൽ കിരീടം നിലനിർത്താൻ മികച്ച തുടക്കം കൂടിയേ തീരൂ. ലയണൽ മെസ്സി എന്ന സൂപ്പർ താരത്തിന്റെ ചിറകിലേറിയുള്ള വൻ കുതിപ്പാണ് ആദ്യ മത്സരത്തിൽ തന്നെ ആരാധകർ സ്വപ്നം കാണുന്നത്. മെസ്സി നയിക്കുന്ന 26 സംഘത്തിൽ 17 പേരും ഖത്തറിൽ കളിച്ചവർ. ജൂലിയൻ അൽവാരസ്, എമിലിയാനോ മാർട്ടിനസ്, ലൗതാരോ മാർട്ടിനസ്, റോഡ്രിഗോ ഡീപോൾ, എൻസോ ഫെർണാണ്ടസ് തുടങ്ങിയവരെല്ലാം അർജന്റീനൻ ടീമിന്റെ നെടുന്തൂണുകളാണ്. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആഫ്രിക്കൻ ടീമായ അൾജീരിയ ലോകകപ്പ് കളിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക് TCV. ഫിഫ ലോകകപ്പിലെ ഔദ്യോഗിക പന്തിന്റെ പേരാണ് ട്രിയോണ്ട. 3 ആതിഥേയ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ട്രൈ, സ്പാനിഷിൽ തിരമാല എന്നർത്ഥം വരുന്ന ഓണ്ട എന്നീ വാക്കുകൾ ചേർന്നതാണ് ട്രിയോണ്ട എന്ന പേര്. US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന നീല, ചുവപ്പ്, പച്ച നിറങ്ങളിലുള്ള തിരമാലകളുടെ ഡിസൈൻ പന്തിലുണ്ട്. നക്ഷത്രങ്ങൾ, മേപ്പിളില, കഴുകൻ തുടങ്ങിയ ചിഹ്നങ്ങളും 3 രാജ്യങ്ങൾക്കുമായി പന്തിൽ ചേർത്തിട്ടുണ്ട്. 4 പാനലുകൾ ചേർത്തുള്ള നിർമ്മാണമാണ് ട്രിയോണ്ടയുടെ പ്രധാന സവിശേഷത.
ചൂടുപയോഗിച്ച് ബന്ധിപ്പിച്ച 4 വലിയ പോളിയൂറിത്തിൻ പാനലുകൾ മാത്രമാണ് ട്രിയോണ്ടയിൽ. ഈ പന്തിൽ തുന്നലുകളില്ല. ഇതുവഴി പന്തിന് കൂടുതൽ മിനുസവും കൃത്യമായ ഗോളാകൃതിയും ലഭിക്കുന്നു. വായുവിലെ ചലനങ്ങളിലുണ്ടാകുന്ന അസ്ഥിരത ഒഴിവാക്കാനും പാസുകളിലും ലോങ് ബോളുകളിലും ഷോട്ടുകളിലും കൃത്യതയാർന്ന സഞ്ചാരപാത ഉറപ്പാക്കാനും പന്തിന് സാധിക്കുമെന്നാണ് നിർമ്മാതാക്കളായ അഡിഡാസിന്റെ അവകാശവാദം. പാനലുകൾ പരസ്പരം ഒട്ടിച്ചെടുക്കുന്നതിനാൽ വെള്ളം പന്തിനുള്ളിൽ കടക്കില്ല. കളിക്കാർക്ക് പന്തിന്മേൽ മികച്ച ഗ്രിപ്പ് ലഭിക്കുന്ന രീതിയിലാണ് നിർമ്മാണം. കളിക്കാർക്ക് മികച്ച സ്പിന്നും നിയന്ത്രണവും കിട്ടും. പ്രത്യേക ഡിസൈൻ പന്തിനു ചുറ്റുമുള്ള വായുപ്രവാഹത്തെ സ്ഥിരപ്പെടുത്തുകയും സ്പിൻ നൽകുമ്പോൾ വളഞ്ഞു പോകാനുള്ള കഴിവ് നിലനിർത്തുകയും ചെയ്യുന്നു. പന്തിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസർ സെക്കൻഡിൽ 500 തവണ എന്ന കണക്കിൽ പന്തിന്റെ ചലനങ്ങൾ രേഖപ്പെടുത്തും. പന്തിന്റെ സ്ഥാനം, വേഗം, സ്പർശനം എന്നിവ സംബന്ധിച്ച തത്സമയ വിവരങ്ങൾ സെൻസർ കൈമാറും. ഈ ഡാറ്റ ഫിഫയുടെ സെമി ഓട്ടോമേറ്റഡ് ഓഫ് സൈഡ് സിസ്റ്റവുമായും വാർ സാങ്കേതിക വിദ്യയുമായും സംയോജിപ്പിച്ചിട്ടുണ്ട്. ഇത് ഓഫ് സൈഡ്, ഹാൻഡ്ബോൾ, മറ്റ് തർക്ക വിഷയങ്ങൾ എന്നിവയിൽ വേഗത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ റഫറിമാരെ സഹായിക്കും. സ്പോർട്സ് ഡെസ്ക്, TCV. ചാലിശ്ശേരിയിൽ 10 അടി ഉയരമുള്ള ഭീമൻ ട്രിയോണ്ട ഫുട്ബോൾ ഒരുങ്ങുന്നു. ചാലിശ്ശേരി സ്വദേശി ഷൈജുവിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ ഒരു സ്വകാര്യ മാളിലെ പ്രദർശനത്തിനാണ് കലാസൃഷ്ടി തയ്യാറാക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും വലുത് നമ്മള് തീരെ ചെയ്തിട്ടില്ല, ആശാന് ചെയ്തിട്ടില്ല. ഇത് ടോട്ടല് 10 അടി ഉണ്ട്. ഇത് മെറ്റീരിയൽ നമ്മള് ഇരുമ്പ് സ്ക്വയർ പൈപ്പ് വെൽഡ് ചെയ്തിട്ടാണ്. ഒരു വെൽഡ് ചെയ്തിട്ട് ഷേപ്പാക്കി ഒരു പോളിഫോം ആയിട്ട് കവർ ചെയ്തിട്ടാണ് പുട്ടിയിട്ട് ഫിനിഷ് ആക്കിയിട്ടാണ് നമ്മൾ വിനയിലൊട്ടിക്കുന്നത്. ഇപ്പോഴും ഫിനിഷ് ആയിട്ടില്ല. അത് ലോകകപ്പിൽ ഉപയോഗിക്കുന്ന ഫുട്ബോളിന്റെ രൂപവും ഡിസൈനും അതേപടി പകർത്തുന്ന രീതിയിലാണ് നിർമ്മാണം. ലോകകപ്പ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ഈ ദൃശ്യവിസ്മയം ഫുട്ബോൾ ആരാധകരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. TCV കുന്നംകുളം. അധികാരമേറ്റ ദിവസങ്ങൾക്കകം UDF സർക്കാർ വർഗീയ ശക്തികളുടെ സ്വാധീനത്തിൽ നയരൂപീകരണം നടത്തിയെന്ന് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് പറഞ്ഞു. പാർട്ടിയുടെ തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി K കൃഷ്ണൻകുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പിള്ളി, രാഘവൻ മുളങ്ങാടൻ, കൌൺസിലർ സൗമ്യ പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കൂട്ടം കുട്ടികളുടെ കലാവൈഭവം കൊണ്ട് നിറം ചാർത്തിയ തൃശൂരിലെ കുട്ടിവര എന്ന സംയുക്ത ചിത്രകലാ പ്രദർശനം ശ്രദ്ധേയമായി. പൂവും പൂമ്പാറ്റയും കഥകളിയുമെല്ലാമായി കുട്ടിവരയിൽ ഇതൾ വിരിഞ്ഞ ഓരോ ചിത്രങ്ങളും കാഴ്ചയുടെ കൗതുകം ജനിപ്പിക്കുന്നവയായി. പ്രകൃതിയും ജീവജാലങ്ങളും മനുഷ്യരാശിയുടെ സമ്പത്താണെന്ന് ആവർത്തിച്ചടിവരയിടുന്ന 27 ചിത്രങ്ങൾ. ഋതുനന്ദ സുനിൽ, ജ്യോതികൃഷ്ണ, നീരവ് B കൃഷ്ണൻ, നന്ദിത ജിതേഷ്, ഗുൽമോഹർ C അജയ്, R ശ്രീനന്ദ എന്നീ 6 വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചത്. പെൻസിൽ ഡ്രോയിങ്, ജലച്ഛായം, അക്രിലിക് ഉൾപ്പെടെയുള്ള വിവിധ മാധ്യമങ്ങളിലൂടെയാണ് ഓരോരുത്തരും തങ്ങളുടെ ആശയാവിഷ്കാരങ്ങൾക്ക് ചാരുത നൽകിയത്. UP തലത്തിൽ പഠിക്കുന്ന ഇവരെല്ലാം ചിത്രകലാകാരൻ സുധീഷ് T മലയിലിന്റെ കീഴിൽ ചിത്രകല അഭ്യസിക്കുന്നുണ്ട്. ശിഷ്യരുടെ കുട്ടിവരയിൽ അവർക്ക് കൂട്ടായി അധ്യാപകൻ കൂടി എത്തിയതും ഇത്തരമൊരു പ്രദർശനം സംഘടിപ്പിച്ചതും കുട്ടിക്കലാകാർക്ക് കൂടുതൽ പ്രചോദനവും പ്രോത്സാഹനവുമായി. ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ 4 ദിവസങ്ങളിലായി നടന്ന പ്രദർശനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. TCV ആളൂർ കദളിച്ചിറയ്ക്ക് സമീപം പോലീസ് ജീപ്പിടിച്ച് സ്കൂട്ടർ യാത്രികരായ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആളൂർ ആനത്തട സ്വദേശികളായ പീണിക്കപ്പറമ്പിൽ ജുവിൻ, തയ്യിൽ അനന്തകൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പോട്ട ഭാഗത്തു നിന്നും ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുകയായിരുന്നു ഇരുവാഹനങ്ങളും. കദളിച്ചിറയിൽ വെച്ച് വലതുവശത്തേക്ക് തിരിഞ്ഞ സ്കൂട്ടറിൽ
പുറകിൽ നിന്ന് വന്ന ജീപ്പ് ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ജുവിനെ ആലുവ രാജഗിരി ആശുപത്രിയിലും അനന്തകൃഷ്ണനെ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് വിപണിയും മതിയായ വിലയും ലഭിക്കാതെ വലയുന്ന കർഷകർക്ക് ആശ്വാസമാവുകയാണ് ആഴ്ച ചന്തകൾ. നമ്മുടെ നാട്ടിൽ തന്നെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് കാർഷിക വിളകളുണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഷൊർണൂർ മേഖലയിൽ ഉൽപ്പാദിപ്പിച്ചതാണ്. ഇതെല്ലാം പ്രാദേശികമായി തന്നെ വിൽപ്പന നടത്താൻ സാധിച്ചാൽ, ഒപ്പം തന്നെ മതിയായ വിലയും ലഭിച്ചാൽ കർഷകർ എന്തുമാത്രം സന്തോഷമുള്ളവരായിരിക്കും. എന്നാൽ അങ്ങനെ ഇല്ലാതില്ല. പല കൃഷിഭവന്റെ കീഴിലും ഇങ്ങനെ കർഷക കൂട്ടായ്മകൾ കൃഷി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. അവർക്ക് മതിയായ വില ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഉപഭോക്താക്കൾക്ക് വിഷം ചേർക്കാത്ത ജൈവികമായി ഉൽപ്പാദിപ്പിച്ച ഒരുപാട് കാർഷിക വിളകൾ നേരിട്ട് വാങ്ങാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ ചെമ്പൂക്കാവ് കൃഷിഭവന് കീഴിലുള്ള ഒരു കർഷക കൂട്ടായ്മയിൽ കാർഷിക ചന്തയിലാണ് നിൽക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസമാണല്ലേ വിൽപ്പന? രണ്ട് ദിവസമാണ് നമ്മുടെ കൃഷിഭവൻ അണ്ടറിൽ നമ്മളിവിടെ ചെയ്യുന്നത്. വിഷരഹിതമായ പച്ചക്കറികൾ നമ്മൾ കർഷകരിൽ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഉള്ളി ഓർഗാനിക് സംഭവങ്ങൾ മാത്രമേ നഗരമധ്യത്തിൽ പോലും ഒരുപാട് ആളുകൾക്ക് ജൈവികമായി ഉൽപ്പാദിപ്പിച്ച ഈ കാർഷിക വിഭവങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ സ്ഥലപരിമിതി ഇത് തന്നെയല്ലേ കർഷകർ ഭൂരിഭാഗം സ്ഥലങ്ങളിലും നേരിടുന്ന ഒരു പ്രതിസന്ധി? തീർച്ചയായിട്ടും ഇവിടെ അതിനൊക്കെ ഒരു ഏരിയ നമുക്ക് കിട്ടുന്നില്ല. നമ്മളിപ്പോൾ അടുത്ത ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സർക്കാർ തന്നെ അനുവദിച്ച് തന്നിട്ടുണ്ട്. അടുത്ത് അങ്ങോട്ട് മാറുന്നതാണ്. അപ്പോൾ നമ്മൾ കർഷകരിൽ ഈ വിഷരഹിതമായ പച്ചക്കറി എന്നുള്ള ഒരു ലക്ഷ്യം അത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ കൊണ്ടുവരുന്ന പച്ചക്കറികൾ നല്ല വലിപ്പമുള്ള സംഭവങ്ങളായിരിക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ വളങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഈ പ്ലോട്ടുകൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. വെരിഫൈ ചെയ്ത് 3 മാസത്തിലൊരിക്കൽ നമ്മൾ വെരിഫൈ ചെയ്ത് ആ സംഭവങ്ങൾ മാത്രമാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. തീർച്ചയായും ഇതുപോലെയുള്ള കർഷക കൂട്ടായ്മകൾ വ്യാപിച്ചാൽ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മതിയായ വിലയും ലഭിക്കും. ഇതുപോലുള്ള കൂടുതൽ കൂട്ടായ്മകൾ കൂടി വരട്ടെ. ആ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും മതിയായ വില ലഭിക്കാനും സാധിക്കട്ടെ. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇതര സംസ്ഥാനങ്ങളിലേക്ക് നോക്കി പച്ചക്കറിക്കായും മറ്റും കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. പെരുമ്പള്ളിശ്ശേരി മുതൽ കണിമംഗലം വരെ ഗതാഗത കുരുക്ക് രൂക്ഷം. റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി പാലക്കലിൽ റോഡ് പൊളിക്കുന്നതിന്റെ ഭാഗമായാണ് ഗതാഗത കുരുക്ക്. പാലക്കൽ മുതൽ കണിമംഗലം വരെ റോഡിന്റെ ഒരു ഭാഗമാണ് പൊളിക്കുന്നത്. ഒറ്റവരിയിൽ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടെങ്കിലും കുരുക്ക് രൂക്ഷമാണ്. മതിയായ മുന്നൊരുക്കങ്ങളില്ലാതെ റോഡ് പണി ആരംഭിച്ചതിൽ പ്രതിഷേധം ശക്തമാണ്. ഡ്രംസ് വായനയിലൂടെ വിസ്മയം തീർക്കുകയാണ് പെരിങ്ങോട്ടുകര സ്വദേശിയായ 10 വയസ്സുകാരൻ. സംഗീതത്തെ നെഞ്ചേറ്റിയ വിഷ്ണു പ്രയാഗിന് ഒട്ടേറെ സംഗീതോപകരണങ്ങൾ വഴങ്ങും. പെരിങ്ങോട്ടുകര സ്വദേശി അരുൺ അശോക് വിഷ്ണുപ്രിയ ദമ്പതികളുടെ മകനാണ് വിഷ്ണു പ്രയാഗ്. 5-ാം വയസ്സിൽ മനോജ് ചെറുശ്ശേരിയിൽ നിന്ന് ഡ്രംസിന്റെ ആദ്യ പാഠങ്ങൾ സ്വായത്തമാക്കി. തുടർന്ന് ചിട്ടയായ പരിശീലനം. കുഞ്ഞു മനസ്സിൽ അങ്കുരിച്ച താളബോധം ഡ്രംസിൽ മാത്രം ഒതുങ്ങിയില്ല. വയലിൻ, പിയാനോ, ഹാർമോണിയം, ഗിറ്റാർ എന്നിവയും വിഷ്ണുപ്രയാഗിന് ക്രമേണ വഴങ്ങി. പഴുവിൽ ഗോകുലം സ്കൂളിലെ ഈ 5-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അധ്യാപകരും സഹപാഠികളും അകമഴിഞ്ഞ പിന്തുണയാണ് നൽകുന്നത്. ഞാൻ ഇവിടെ ഡ്രംസ് പഠിക്കുന്നുണ്ട്. ഒരു 6-7 വയസ്സ് തൊട്ട് പഠിക്കുന്നതാണ്. ഇതൊക്കെ എനിക്ക് എല്ലാവരും സപ്പോർട്ടായിട്ട് തരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്ന് പറയുന്നത്
മറ്റേ ഡ്രമ്മർ ശിവമണിയനാണ് ഇതിൽ ഏറ്റവും ഇഷ്ടം. ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കൂടെ. സ്കൂളിലെ വിശേഷ പരിപാടികൾക്കെല്ലാം വിഷ്ണു പ്രയാഗ് ഡ്രംസിലൂടെ താളവിസ്മയം തീർക്കും. നല്ലൊരു ഗായകൻ കൂടിയായ വിഷ്ണു പ്രയാഗ് ചില സംഗീത ആൽബങ്ങളിൽ പാടിയിട്ടുമുണ്ട്. കരാട്ടയിലും പരിശീലനം നേടുന്ന വിഷ്ണു പ്രയാഗിന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സ്കൂളിൽ കലാഭിരുചിയും കഴിവുമുള്ള കുട്ടികൾ പലരുമുണ്ടെങ്കിലും വ്യത്യസ്ത മേഖലകളിൽ വിസ്മയം തീർക്കുന്ന പ്രതിഭയാണ് വിഷ്ണു പ്രയാഗ് എന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ KR അഭിലാഷ് പറഞ്ഞു. സംഗീതത്തിന്റെ എല്ലാ മേഖലകളിലും കൈവെക്കാൻ സ്കൂളിലെ പഠന നിലവാരത്തോടൊപ്പം തന്നെ വീടുകളിൽ ചെന്നിരുന്ന് വയലിൻ, ഡ്രംസ്, ഗിറ്റാർ, കീബോർഡ് തുടങ്ങിയ എല്ലാ ഇൻസ്ട്രുമെന്റുകളും ഒരേ സമയം പഠിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ നല്ലൊരു മ്യൂസിഷ്യനായി മാറാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കുട്ടി നടത്തുന്നത്. അവരുടെ എല്ലാ ആശംസകളും സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ നേരും. പ്രശസ്ത ഡ്രമ്മർ ശിവമണിയെ പോലെ ആയിത്തീരണമെന്നാണ് ഇപ്പോൾ ലണ്ടൻ ആസ്ഥാനമായുള്ള ട്രിനിറ്റി കോളേജിൽ ഓൺലൈനായി ഡ്രംസ് പരിശീലിക്കുന്ന ഈ കുരുന്നു കലാകാരന്റെ മോഹം. TCV തൃശൂർ. സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാഹിത്യ അക്കാദമിയിൽ സലീം കുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. സാധാരണ മനുഷ്യരുടെ ജീവിതവും വികാരങ്ങളും സ്വാഭാവികമായി അവതരിപ്പിക്കാൻ സലീം കുമാറിന് കഴിഞ്ഞുവെന്ന് ജയരാജ് വാര്യർ അനുസ്മരിച്ചു. സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ റാദൂർ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജിറ്റ്, ജില്ലാ കൺവീനർ അനിൽ സാമ്രാട്ട്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, ജെയിംസ് ചിറ്റിലപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂർ മുട്ടിക്കൽ വെള്ളക്കുന്ന് നഗറിൽ താമസിക്കുന്ന ചീരാത്ത് വീട്ടിൽ അജീഷാണ് ചികിത്സയിൽ കഴിയുന്നത്. ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന അജീഷിന് വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കൂ. ശസ്ത്രക്രിയയ്ക്കായി 55 ലക്ഷം രൂപ ചെലവ് വരും. കിടപ്പ് രോഗിയായ അമ്മയും പ്രായമായ അച്ഛനും ഭാര്യയും 5ഉം 7ഉം വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളുമടങ്ങുന്ന അജീഷിന്റെ കുടുംബത്തിന് ഈ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. സ്വന്തമായി വീടില്ലാത്ത അജീഷ് സഹോദരിയുടെ വീട്ടിലാണ് കഴിയുന്നത്. കുടുംബത്തിന്റെ അത്താണിയായ യുവാവിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ്. ഇതിനായി വാർഡ് മെമ്പർ പ്രവിത ബാലകൃഷ്ണൻ ചെയർപേഴ്സണായും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PM സജി എന്നിവർ രക്ഷാധികാരികളായും ചന്ദ്രപ്രകാശ് ഇടമന ജനറൽ കൺവീനറായും ജീസൻ ചുങ്കത്ത് ട്രഷററായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറിലേക്കോ ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായം അയക്കേണ്ടതാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,875 രൂപ, പവന് 1,11,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് സംസ്ഥാനത്ത് മികച്ച പ്രതികരണം. ആദ്യ ദിനത്തിലെ കണക്കുകൾ പ്രകാരം KSRTCയിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇരട്ടി വർധനവ്. സ്വകാര്യ ബസ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന് മുന്നിൽ നിർദ്ദേശങ്ങൾ വെച്ച് ബസ് ഉടമകൾ. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കിയത് മുൻ ഗതാഗത മന്ത്രിയും മുൻ തൃശൂർ MLAയും ചെയ്ത കൊലച്ചതിയാണെന്ന് രാജൻ പല്ലൻ MLA. പുതിയ കെട്ടിടത്തിന് ഭരണാനുമതിയോ സാങ്കേതിക അനുമതിയോ ഇല്ലാതെയാണ് നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കിയതെന്ന് MLA. ഗുരുവായൂർ നഗരസഭ ടൗൺഹാളിൽ നടന്നുവരുന്ന ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം തടയാനെത്തിയ തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. പ്രദർശനം നിർത്തിവെക്കണമെന്ന ഉത്തരവ് ഉദ്യോഗസ്ഥർ ഹാളിലെ വാതിലിൽ പതിച്ചു.
ഷിഗല്ല ബാധിച്ചു മരണം. കൊടകര പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വടക്കാഞ്ചേരിയിലും പ്രതിരോധ നടപടികൾ ശക്തം. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും അർജന്റീനയും ആദ്യ പോരാട്ടത്തിനിറങ്ങുന്നു. ലോകകപ്പിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച് ന്യൂസിലൻഡ്. മാപ്രാണത്ത് വൈദ്യുതി ലൈനിൽ തകരാർ പരിഹരിക്കുന്നതിനിടെ ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. ആറാട്ടുപുഴ സ്വദേശി മനോജാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. സ്വപ്നങ്ങൾ എപ്പോഴും ദൂരെ എന്ന് തോന്നിയ ചില യാത്രകൾ,